വിവിധ വിഷയങ്ങൾ ഉയർത്തി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങി UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും തീരുമാനം. കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കുന്നുണ്ടോ എന്നത് യോഗത്തിൽ ചർച്ചയായെന്നും സൂചന. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കണമെന്ന ചർച്ചകളും തരൂർ വിവാദങ്ങളും സജീവമായിരിക്കെയാണ് ഇന്ന് കൊച്ചിയിൽ UDF യോഗം ചേർന്നത്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഘടകകക്ഷികൾക്കിടയിൽ അസംതൃപ്തിയുണ്ടാക്കിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ദോഷം വരാതിരിക്കാനുള്ള ശ്രമം അതാത് സംഘടനകൾ ചെയ്യണം. എല്ലാ ഘടകകക്ഷികളും അതാത് ഘടകകക്ഷികളെ സ്വയം ശക്തിപ്പെടുത്തുക. അങ്ങനെയാണ് UDF-നെ ശക്തിപ്പെടുത്താൻ കഴിയുക. വിവാദ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായില്ലെന്ന് UDF കൺവീനർ പ്രതികരിച്ചു. ഒരാശങ്ക അറിയിച്ചിട്ടില്ല. ഘടകകക്ഷികളുടെ കാര്യമല്ലല്ലോ. UDF-ന്റെ യോഗമാണ് കൂടിയത്, അല്ലാതെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ പറയാൻ വിളിച്ചു കൂട്ടിയ യോഗമല്ല. എല്ലാ കക്ഷികൾക്കകത്തും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഞങ്ങൾ ഈ യോഗത്തിൽ ആ ആശങ്കകളൊന്നും പങ്കുവയ്ക്കാറില്ല. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സംഭവങ്ങളിൽ കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് യോഗം വിലയിരുത്തി. ലഹരി വ്യാപനം തടയാൻ നടപടികളെടുക്കാത്തതിനെതിരെ മാർച്ച് 5-ന് UDF സെക്രട്ടേറിയറ്റിൽ ഏകദിന ഉപവാസം നടത്തും. മീഡിയ 1 കൊച്ചി.